ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SSC മലയാളി. SSC മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പെർസെൻറ്റേജിൻ്റെ പാർട്ട് 7 വീഡിയോ ആണ്. അപ്പോൾ ഓരോ ക്ലാസ്സുകളിലായി ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. SSC TCS പാറ്റേണിലുള്ള ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ടോട്ടൽ 6 ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് 7ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. 25 liter of mixture contain 30% spirit and rust water. 5 liter of water be mixed in it. The percentage of spirit in new mixture is. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 25 ലിറ്റർ മിക്സറിൽ 30% സ്പിരിറ്റ് ആണ്. ഓക്കെ, ലിറ്റർ മിക്സർ ഉണ്ട്. 25 ലിറ്റർ മിക്സറിൽ 30% സ്പിരിറ്റ് ആണ്. അപ്പൊ 25ന്റെ 30% എന്ന് പറഞ്ഞാൽ 10% 2.5, 30% 7.5 സ്പിരിറ്റ് ആണ് അല്ലെ. റസ്റ്റ് വാട്ടർ, അപ്പൊ ബാക്കിയുള്ളത് വാട്ടർ ആണ്. 7.5 വാട്ടർ ആണെങ്കിൽ ബാക്കി 17.5 ലിറ്റർ വാട്ടർ ആണ്. ഓക്കെ, ഇനി 5 ലിറ്റർ ഓഫ് വാട്ടർ ബി മിക്സഡ് ഇൻ ഇറ്റ്. 5 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യുന്നു. 5 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യുന്നു. ഇപ്പൊ 17.5 പ്ലസ് 5 ടോട്ടല് 22.5 ലിറ്റർ വാട്ടർ ആയി. ഓക്കെ, സ്പിരിറ്റിന് മാറ്റമുണ്ടോ? സ്പിരിറ്റ് 7.5 ആണ്. ന്യൂ മിക്സറിലും സ്പിരിറ്റ് 7.5 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിച്ചിട്ടുള്ളത് പെർസെന്റേജ് ഓഫ് സ്പിരിറ്റ് ഇൻ ന്യൂ മിക്സർ ഈസ്. സ്പിരിറ്റ് ന്യൂ മിക്സറിൽ എത്ര പെർസെന്റേജ് ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. ന്യൂ മിക്സറിൽ സ്പിരിറ്റ് എത്ര ലിറ്റർ ഉണ്ട്? 7.5 ലിറ്റർ ഉണ്ട്. 7.5 ലിറ്റർ ന്യൂ മിക്സറിൽ സ്പിരിറ്റ് ഉണ്ട്. ടോട്ടൽ ന്യൂ മിക്സർ എത്രയാണ്? 30 ലിറ്റർ ആണ്. അപ്പൊ 30 ലിറ്ററിന്റെ 7.5 ആണ് സ്പിരിറ്റ്. അപ്പൊ 7.5 ഡിവൈഡഡ് ബൈ 30 into 100 ചെയ്താൽ സ്പിരിറ്റ് എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് കിട്ടും. 0 ക്യാൻസൽ ആയി. 3യും 7.5ഉം ക്യാൻസൽ ചെയ്യാം. 2.5 എഴുതാം. 2.5 into 10 25% സ്പിരിറ്റ് ആണ് ന്യൂ മിക്സറിലുള്ളത്. ഓക്കെ, 25 ലിറ്റർ മിക്സർ ആണ് ഉണ്ടായിരുന്നത്. അതിൽ 30% സ്പിരിറ്റ് ആയിരുന്നു, അഥവാ 7.5 സ്പിരിറ്റ് ആയിരുന്നു. റസ്റ്റ് വാട്ടർ ബാക്കി 17.5 ലിറ്റർ വാട്ടർ ആയിരുന്നു. അതിലേക്ക് 5 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു. അപ്പൊ 17.5 പ്ലസ് 5 22.5 ലിറ്റർ വാട്ടർ ആയി. ഓക്കെ, സ്പിരിറ്റിന് മാറ്റമില്ല. സ്പിരിറ്റ് 7.5 ആണ്. ന്യൂ മിക്സറിൽ സ്പിരിറ്റ് 7.5 ആണ്. അപ്പൊ ന്യൂ മിക്സറിൽ സ്പിരിറ്റ് എത്ര പെർസെന്റേജ് ഉണ്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ന്യൂ മിക്സറിൽ സ്പിരിറ്റ് 7.5 ലിറ്റർ ആണ്. ന്യൂ മിക്സർ ടോട്ടല് 7.5 പ്ലസ് 22.5 ലിറ്റർ അഥവാ 30 ലിറ്റർ ആണ്. അപ്പൊ 7.5 ഡിവൈഡഡ് ബൈ 30 into 100 ചെയ്താല് 25% സ്പിരിറ്റ് ആണ് ന്യൂ മിക്സറിലുള്ളത് എന്ന് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In 70 kilogram mixture of copper and zinc, copper is 10%. How much copper must be added so that zinc becomes 60% in new mixture? ഓക്കെ, അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ചെറിയ മാറ്റങ്ങളുണ്ട്. ടോട്ടല് 70 കിലോഗ്രാം ആണുള്ളത്. സിങ്ക് മിക്സർ കോപ്പർ സിങ്ക് ആണ്. കോപ്പർ സിങ്ക് അതില് കോപ്പർ ഈസ് 10%. 70 കിലോഗ്രാമിന്റെ 10% ആണ് കോപ്പർ. അപ്പൊ 70 കിലോഗ്രാമിന്റെ 10% എന്ന് പറഞ്ഞാല് 7 കിലോഗ്രാം കോപ്പർ ആണ്. റസ്റ്റ് എന്താ സിങ്ക് ആണ്, ബാക്കി സിങ്ക് ആണ്. 7 എന്താ കോപ്പർ ആണെങ്കിൽ ബാക്കി സിങ്ക് ആണ്. അപ്പോ 63 കിലോഗ്രാം സിങ്ക് ആണ്. ഓക്കെ, ഹൗ മച്ച് കോപ്പർ മസ്റ്റ് ബി ആഡഡ് സോ ദാറ്റ് സിങ്ക് ബിക്കംസ് 60% ഇൻ ന്യൂ മിക്സർ. എത്രയോ ക്വാണ്ടിറ്റി കോപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്യുമ്പോൾ സിങ്ക് ന്യൂ മിക്സറിൽ 60% വരും. ഇപ്പൊ ന്യൂ മിക്സറിൽ സിങ്കിന് മാറ്റമൊന്നും ഉണ്ടാവില്ല, കാരണം കോപ്പർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ന്യൂ മിക്സറിലും സിങ്ക് 63 കിലോഗ്രാം തന്നെയായിരിക്കും വരിക അല്ലെ. കോപ്പർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, അപ്പൊ സിങ്കിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ന്യൂ മിക്സറിലും സിങ്ക് 63 കിലോഗ്രാം തന്നെയാണ് വരിക. പക്ഷെ ന്യൂ മിക്സറിൽ സിങ്ക് 60% ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 60%ന്റെ വാല്യൂ 63 ആണ്. സിങ്ക് ന്യൂ മിക്സറിൽ 60% ആണ്. 60%ന്റെ വാല്യൂ 63 ആണ്.
അപ്പൊ കോപ്പർ എത്ര പെർസെന്റേജ് ഉണ്ടാവും? ന്യൂ മിക്സറിൽ 40% ഉണ്ടാവും. അപ്പൊ 40%ന്റെ വാല്യൂ കണ്ടാൽ മതി. 60% 63 ആണെങ്കിൽ 1% 63/60 വരും. 40% 63/60 ഇൻറ്റു 40 വരും. 0 0 ക്യാൻസിൽ, 4ഉം 6ഉം ക്യാൻസൽ ചെയ്യാം. 2 3 63 ക്യാൻസൽ ചെയ്യാം. 21 ഇൻറ്റു 2 42 എന്ന് വരും. 42 കിലോഗ്രാം ആണ് കോപ്പർ ന്യൂ മിക്സറിലുള്ളത്. ഓക്കെ, 60% സിങ്ക് ആണ്. 60% എന്ന് പറഞ്ഞാൽ 63 ആണ്. അപ്പൊ 40% കോപ്പർ ആണ്. 60% 63 ആണെങ്കിൽ 63 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 40 അഥവാ 42 കിലോഗ്രാം ആണ് ന്യൂ മിക്സറിൽ കോപ്പർ ഉള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹൗ മച്ച് കോപ്പർ മസ്റ്റ് ബി ആഡഡ്, എത്ര കോപ്പർ ആണ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ 7 ഉള്ളത് 42 ആയി. അപ്പോ 35 കോടി അഥവാ 35 കിലോഗ്രാം കോപ്പർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ 35 കിലോഗ്രാം ആണ്. ഓക്കെ, ആൻസർ 35 ആണ്. ഓക്കെ, 70 കിലോഗ്രാം മിക്സർ കോപ്പർ സിങ്ക് ഉണ്ട്. അപ്പൊ കോപ്പർ അതില് 10% ആണ്. അപ്പൊ 70ന് 10% 7, ബാക്കി സിങ്ക് 63 വരും. ഈ ന്യൂ മിക്സറിൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി കോപ്പർ ആഡ് ചെയ്തു? അപ്പോ ന്യൂ മിക്സറിൽ സിങ്ക് 60% ആണ്. കോപ്പർ ആണ് ആഡ് ചെയ്തത്, സിങ്കിന് മാറ്റമില്ല. അപ്പൊ ന്യൂ മിക്സറിലും സിങ്ക് 63 കിലോഗ്രാം അല്ലേ? ആ 63 കിലോഗ്രാം എന്ന് പറഞ്ഞത് 60% ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 60% എന്നുള്ളത് 63 വരും. സിങ്ക് 60% ആണെങ്കിൽ കോപ്പർ 40% ആണ്. അപ്പൊ 40%ന്റെ വാല്യൂ 42 എന്ന് കിട്ടും. ഈ 40 അപ്പൊ കോപ്പർ 7 കിലോഗ്രാം എന്നുള്ളത് 42 കിലോഗ്രാം ആയി. അപ്പൊ 35 കിലോഗ്രാം കൂടി. അപ്പൊ നമ്മൾ എത്രയാണ് ആഡ് ചെയ്തത്? 35 കിലോഗ്രാം കോപ്പർ ആണ് ആഡ് ചെയ്തത്. നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ 35 കിലോഗ്രാം ആണ്. ഓക്കെ, ആൻസർ 35 കിലോഗ്രാം ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In a school, 4% of the students did not appear for the annual exams. 10% of students who appeared for the exam could not pass the exam. Out of remaining students, 50% got direction mark and 432 students passed the exam but could not get a distinction mark. The total number of students in the school is. ഒരു സ്കൂളിൽ 4% സ്റ്റുഡൻസ് എക്സാമിന് അപ്പിയർ ചെയ്തിട്ടേ ഇല്ല. അതിൽ തന്നെ 10% സ്റ്റുഡൻസ് എക്സാം പാസ്സായിട്ടുമില്ല. അതില് 50 എക്സാം പാസ്സായ 50% സ്റ്റുഡൻസിന് ഡയറക്ഷൻ മാർക്ക് കിട്ടി. ബാക്കി 50% സ്റ്റുഡൻസിന് ഡിസ്റ്റിങ്ഷൻ മാർക്ക് കിട്ടിയിട്ടില്ല. ആ ബാക്കി വരുന്ന 50% സ്റ്റുഡൻസിന്റെ വാല്യൂ 432 എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമ്മൾ എക്സ് ആക്കി എടുത്തു. അതിൽ 4% സ്റ്റുഡൻസ് എക്സാമിന് അപ്പിയർ ചെയ്തിട്ടില്ല. ബാക്കി 96% സ്റ്റുഡൻസ് ആണ് എക്സാമിന് അപ്പിയർ ആയിട്ടുള്ളത്. ഈ എക്സാമിന് അപ്പിയർ ആയതിൽ തന്നെ 10% സ്റ്റുഡൻസ് പാസ്സായിട്ടില്ല. ബാക്കി 90% സ്റ്റുഡൻസ് ആണ് പാസ്സായത്. അതില് 50% സ്റ്റുഡൻസിന് ഡയറക്ഷൻ മാർക്ക് കിട്ടി. ബാക്കിയുള്ള 50% സ്റ്റുഡൻസ് ഡയറക്ഷൻ മാർക്ക് കിട്ടിയിട്ടില്ല. ആ ഡയറക്ഷൻ മാർക്ക് കിട്ടാത്ത സ്റ്റുഡൻസിന്റെ എണ്ണം 432 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് ഈ എക്സ് കണ്ടാൽ പോരെ. ഇവിടെ ഈ 9ഉം 432 നമുക്ക് ക്യാൻസൽ ചെയ്യാം. എത്ര വരും? 48 എന്ന് വരും അല്ലെ? 48 എന്ന് വരും. ഈ 96ഉം 48ഉം ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 വരും. 50ഉം 100ഉം ക്യാൻസൽ ചെയ്യാം. 1/2 എന്ന് വരും. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. 0 0 ക്യാൻസൽ ചെയ്യാം. അപ്പൊ എക്സ് ഈക്വൽ ടു 1000 എന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 1000 ആണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എക്സ് ആക്കി എടുത്തു. അതില് 4% സ്റ്റുഡൻസ് എക്സാമിന് അപ്പിയർ ആയിട്ടില്ല. അപ്പൊ 96% സ്റ്റുഡൻസ് എക്സാമിന് അപ്പിയർ ആയിട്ടുണ്ട്. 10% സ്റ്റുഡൻസ് അപ്പിയർ ആയതിൽ തന്നെ 10% സ്റ്റുഡൻസ് പാസ്സായിട്ടില്ല. അപ്പോൾ 90% സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട്. അതിൽ 50% സ്റ്റുഡൻസിന് ഡയറക്ഷൻ മാർക്ക് കിട്ടി. ബാക്കി 50% സ്റ്റുഡൻസിന് ഡിസ്റ്റിങ്ഷൻ മാർക്ക് കിട്ടിയിട്ടില്ല. ആ ബാക്കിയുള്ള 50%ന്റെ വാല്യൂ 432 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എക്സ് ഈക്വൽ ടു
1000 എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യനും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. In a test consist of 140 question, a candidate correctly answered 70% of first 80 questions. What percent of remaining question does the candidate need to correctly answer to score 60% in the test? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ടെസ്റ്റിൽ ടോട്ടൽ 60% മാർക്ക് കിട്ടണം സ്റ്റുഡൻറ്റിന്. ടോട്ടൽ 140 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ഒരു കാൻഡിഡേറ്റ് ഫസ്റ്റ് 80 ക്വസ്റ്റ്യന്റെ 70% കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതിൽ എത്ര പെർസെൻറ്റേജ് കറക്റ്റായി ആൻസർ ചെയ്യണം? 60% ടോട്ടൽ മാർക്ക് കിട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പോ 80%ന്റെ 80 ക്വസ്റ്റ്യനിൽ 70% ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് 80 ക്വസ്റ്റ്യനിൽ 70% ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുള്ളത്. അപ്പൊ 80ന്റെ 70% എന്ന് പറഞ്ഞാല് 56 എന്ന് വരും. ഇനി ബാക്കി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 80 ടോട്ടൽ 140 ക്വസ്റ്റ്യൻ ആണ്. ബാക്കി ഇനി 60 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 60 ക്വസ്റ്റ്യനിൽ എത്ര ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കണം? ടോട്ടൽ 140ൽ 60% എന്താ സ്കോർ കിട്ടണമെന്നുണ്ടെങ്കിൽ 140ൽ 60%, 140 ആണ് ടോട്ടൽ ഉള്ളത്. അതില് 60% മാർക്ക് കിട്ടണം. 60% സ്കോർ ചെയ്യണം. 140ന്റെ 60% എന്ന് പറഞ്ഞാല് 140ന്റെ 60% എന്ന് പറഞ്ഞാല് 84 എന്ന് വരും. ഓക്കെ, അതില് ഫസ്റ്റ് 80 ക്വസ്റ്റ്യനിൽ 56 ഓൾറെഡി കറക്റ്റ് ആക്കി കഴിഞ്ഞു. ഇനി ബാക്കി 60 ക്വസ്റ്റ്യനിൽ 84 വരണമെന്നുണ്ടെങ്കിൽ ബാക്കി 50 ക്വസ്റ്റ്യനിൽ 28 കൂടി കറക്റ്റ് ആക്കിയാൽ മതി അല്ലെ? 28 കൂടി കറക്റ്റ് ആക്കിയാൽ മതി. അപ്പൊ ടോട്ടൽ 56 + 28 84 ക്വസ്റ്റ്യന് 140ൽ ആൻസർ ആയി. ഈ 28 60ന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് നോക്കിയാൽ മതി. അപ്പോ 28 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100, 0 ക്യാൻസൽ. 14/3 എത്ര വരും? 140 ഡിവൈഡഡ് ബൈ 3% എന്ന് വരും. അല്ലെങ്കിൽ ഇതിനെ 46 2/3% എന്ന് എഴുതാം. 46 2/3% എന്ന് എഴുതാം. ഇതിന്റെ ആൻസർ 46 2/3 ആണ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ 140 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 60% എന്താ കറക്റ്റ് ആയിട്ട് സ്കോർ ചെയ്യണം. അപ്പൊ 140ന്റെ 60% എന്ന് പറഞ്ഞാൽ ടോട്ടൽ 84 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കണം. അതില് 80 ക്വസ്റ്റ്യന്റെ 70% ഓൾറെഡി കറക്റ്റ് ആക്കി. അപ്പൊ 80ന്റെ 70% എന്ന് പറഞ്ഞാൽ 56 ആണ്. ബാക്കി 60 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ 84 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കണമെങ്കിൽ ബാക്കി 60 ക്വസ്റ്റ്യനിൽ 28 എണ്ണം കറക്റ്റ് ആക്കണം. അപ്പൊ ഈ 60ൽ 28 എത്ര പെർസെന്റേജ് ഉണ്ട് നോക്കിയാൽ മതി. 28/60 ഇൻറ്റു 100 അഥവാ 143/3% അല്ലെങ്കിൽ 46 2/3% എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദ പ്രൈസ് ഓഫ് ഷുഗർ റെഡ്യൂസ്ഡ് ബൈ 20%. നൗ ക്യാൻ ബൈ 500 gram more sugar for the 36. The original price of sugar per kilogram as ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഇക്വേഷൻ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് എന്താ എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണ്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇവിടെ പ്രൈസ് ഓഫ് ഷുഗർ 20% കുറഞ്ഞു. പ്രൈസ്, കൺസപ്ഷൻ, എക്സ്പെൻഡിച്ചർ അല്ലെ? പ്രൈസ് 20% കുറഞ്ഞു. 20% എന്ന് പറഞ്ഞാല് 1/5. 20% കുറഞ്ഞു എന്ന് പറഞ്ഞാല് 5 ഉള്ളത് 4 ആയി. നൗ ക്യാൻ ബൈ 500 gram more sugar for 36. നമ്മൾ ആദ്യം എന്താ പ്രൈസ് കുറയുന്നതിന് മുമ്പും കുറഞ്ഞതിന് ശേഷവും നമ്മൾ എക്സ്പെൻഡിച്ചർ 36 ആണ്. അതിൽ മാറ്റമില്ല. അപ്പോ പ്രൈസ് 4 ഉള്ളത് 5 ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ സെയിം ആയി നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്താ കൺസപ്ഷൻ 5 4 ആണെങ്കിൽ കൺസപ്ഷൻ 4 5 ആവണം അല്ലെ? കൺസപ്ഷൻ കൂടി. പ്രൈസ് 5 ഉള്ളത് 4 ആയി, അത് പ്രൈസ് കുറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുതൽ പിന്നെ ക്വാണ്ടിറ്റി കിട്ടുമല്ലോ. 4 ഉള്ളത് 5 ആയി. ഓക്കെ, 36 രൂപയാണ്
പ്രൈസ് കൂടിയതിനും കുറഞ്ഞതിനും ശേഷം കൊടുക്കുന്നത്. അപ്പോൾ എക്സ്പെൻസ് സെയിം ആണ്, പക്ഷെ പ്രൈസ് കുറഞ്ഞതുകൊണ്ട് നമുക്ക് കൺസപ്ഷന് കൂടും. 4 യൂണിറ്റ് ഉള്ളത് 5 യൂണിറ്റ് ആവും. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോ ഈ എത്ര നൗ ക്യാൻ ബൈ 500 ഗ്രാം മോർ, 500 ഗ്രാം കൂടുതൽ വാങ്ങാൻ പറ്റി. അപ്പൊ ഇവിടെ ഒരു യൂണിറ്റ് 4 ഉള്ളത് 5 ആയി. ഒരു യൂണിറ്റിന്റെ വാല്യൂ 500 ഗ്രാം എന്ന് കിട്ടും. ഒരു യൂണിറ്റിന്റെ വാല്യൂ 500 ഗ്രാം എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ കൺസപ്ഷൻ 4 ഉള്ളത് 5 ആയി, അഥവാ ഒരു യൂണിറ്റ് കൂടി. ഒരു യൂണിറ്റ് കൂടിയത് കൊണ്ട് നമുക്ക് 500 ഗ്രാം മോർ ഷുഗർ കിട്ടും അല്ലെ. അപ്പൊ ഒരു യൂണിറ്റിന്റെ വാല്യൂ ആണ് 500 ഗ്രാം. അപ്പൊ നമ്മൾ ആദ്യം വാങ്ങിയത് 4 യൂണിറ്റ് ആയിരുന്നു അല്ലെ. ഒരു യൂണിറ്റ് 500 ആണെങ്കിൽ ആദ്യം വാങ്ങിയ 4 യൂണിറ്റിന് 4 × 500 ഗ്രാം 2 കിലോഗ്രാം ആണ് ആദ്യം വാങ്ങിയിരുന്നത്. 2 കിലോഗ്രാം ആണ് ആദ്യം വാങ്ങിയിരുന്നത്. പിന്നെ വാങ്ങിയത് 5 യൂണിറ്റ് ആണ് അല്ലെ, 5 യൂണിറ്റ്. അപ്പൊ 5 × 500 ഗ്രാം 2.5 കിലോഗ്രാം ആണ് രണ്ടാമത് വാങ്ങിയത്, അഥവാ പ്രൈസ് കുറഞ്ഞതിന് ശേഷം വാങ്ങിയത്. ആദ്യം 2 കിലോഗ്രാം ആണ് വാങ്ങിയത്, പിന്നെ പ്രൈസ് കുറഞ്ഞതിന് ശേഷം 2.5 കിലോഗ്രാം ആണ് വാങ്ങിയത്. അപ്പോൾ ആദ്യം 2 കിലോഗ്രാമിന്റെ വാല്യൂ 36 രൂപയാണ് തന്നിട്ടുണ്ട്. 2 കിലോഗ്രാമിന്റെ വാല്യൂ നമ്മളോട് ഒറിജിനൽ പ്രൈസ് ഓഫ് ഷുഗർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അഥവാ ആദ്യമുള്ള പ്രൈസ് അല്ലെ. 2 കിലോഗ്രാമിന്റെ വാല്യൂ 36 ആണെന്ന് തന്നിട്ടുണ്ട്. 36 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 1 കിലോഗ്രാമിന്റെ വാല്യൂ എത്ര കിട്ടും? 18 ആണെന്ന് കിട്ടും. 1 കിലോഗ്രാമിന്റെ വാല്യൂ 18 ആണെന്ന് കിട്ടും. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി പറയാം. ഷുഗറിന്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്തു 20%. അപ്പൊ പ്രൈസിന്റെ കൺസപ്ഷൻ ആണ് എക്സ്പെൻഡിച്ചർ. പ്രൈസ് 20% റെഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ 5 ഉള്ളത് 4 ആയി. അപ്പൊ കൺസപ്ഷന് കൂടും, 4 ഉള്ളത് 5 ആകും. 36 രൂപക്ക് എത്ര ഷുഗർ ആയിരുന്നു ആദ്യം വാങ്ങിയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ 4 ഉള്ളത് 5 ആയി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് കൂടി. ഈ ഒരു യൂണിറ്റിന്റെ വാല്യൂ 500 ഗ്രാം ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ 4 യൂണിറ്റിന്റെ വാല്യൂ 2 കിലോഗ്രാം ആണ്. അപ്പൊ 2 കിലോഗ്രാം ആണ് നമ്മൾ ആദ്യം വാങ്ങിയത്. ആ 2 കിലോഗ്രാമിന്റെ വാല്യൂ 36 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ 1 കിലോഗ്രാമിന്റെ വാല്യൂ 18 ആണ്. അപ്പൊ ആദ്യത്തെ പ്രൈസിന്റെ വില 18 ആണെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നമുക്ക് ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ പണി ചെയ്യാം, അപ്പൊ ശരിക്കും ക്ലിയർ ആവും. ഓക്കെ, ഇഫ് ദ പ്രൈസ് ഓഫ് റൈസ്, ഇവിടെ റൈസ് ആണ്, അതേ വ്യത്യാസമുള്ളൂ, റെഡ്യൂസ്ഡ് ബൈ 20%, one can buy 2 kilogram more for 100. The reduced price of rice per kilogram is. Okay, അപ്പോ പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണ് എക്സ്പെൻഡിച്ചർ. പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണ് എക്സ്പെൻഡിച്ചർ. ഇവിടെ പ്രൈസ് റെഡ്യൂസ് ചെയ്ത് 20% തന്നെയാണ്. 20% 1/5 ആണ്, അഥവാ 5 ഉള്ളത് 4 ആയി. അപ്പൊ കൺസപ്ഷന് 4 ഉള്ളത് 5 ആവും, കൂടും. കാരണം എക്സ്പെൻഡിച്ചർ നമ്മൾ 100 രൂപയാണ് മുമ്പും ശേഷം കൊടുക്കുന്നത്. അപ്പൊ എക്സ്പെൻഡിച്ചറിൽ മാറ്റമില്ല. അപ്പോ കൺസപ്ഷന് 4 ഉള്ളത് 5 ആകും. ഓക്കെ, ഇവിടെ 2 കിലോഗ്രാം കൂടുതലാണ് വാങ്ങാൻ പറ്റിയത്. പ്രൈസ് കുറഞ്ഞത് കൊണ്ട് 2 കിലോഗ്രാം കൂടുതലാണ് വാങ്ങാൻ പറ്റിയത്. അപ്പൊ ഇവിടെ ഒരു യൂണിറ്റിന്റെ വാല്യൂ ആണ് 2 കിലോഗ്രാം. ഈ ഒരു യൂണിറ്റിന്റെ വാല്യൂ ആണ് 2 കിലോഗ്രാം. അപ്പൊ ആദ്യം നമ്മൾ വാങ്ങിയത് 4 യൂണിറ്റ് വാല്യൂ ആണ്. ഒരു യൂണിറ്റ് 2 കിലോഗ്രാം ആണെങ്കിൽ ആദ്യം വാങ്ങിയത് 8 കിലോ, 4 × 2 8 കിലോഗ്രാം ആണ്. 8 കിലോഗ്രാം ആണ്. 5 യൂണിറ്റ് പിന്നെ വാങ്ങിയത് 5 × 2 10 കിലോഗ്രാം ആണ്. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ദ റെഡ്യൂസ്ഡ് പ്രൈസ് ഓഫ് റൈസ് പെർ കിലോഗ്രാം ഈസ്. ഇവിടെ റെഡ്യൂസ്ഡ് പ്രൈസ് ചോദിച്ചിട്ടുള്ളത്, അഥവാ പുതിയ പ്രൈസ്, അഥവാ പ്രൈസ് കുറഞ്ഞതിന് ശേഷം എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. പ്രൈസ് കുറഞ്ഞതിന് ശേഷം 5 യൂണിറ്റ് ആണ് വാങ്ങിയത്, അഥവാ 10 കിലോഗ്രാം ആണ് വാങ്ങിയത്. ഈ 10 കിലോഗ്രാമിന്റെ വാല്യൂ എന്നുള്ളത് 100 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോ 1 കിലോഗ്രാമിന്റെ വാല്യൂ എന്ത് വരും? 10 എന്ന് വരും. 1 കിലോഗ്രാമിന്റെ വാല്യൂ 10 എന്ന് വരും. ഓക്കെ,
അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. പ്രൈസ് ഓഫ് റൈസ് റെഡ്യൂസ്ഡ് ബൈ 20%. 20% കുറഞ്ഞു. 20% കുറഞ്ഞെന്ന് പറഞ്ഞാൽ 5 ഉള്ളത് 4 ആയി. അപ്പൊ കൺസപ്ഷന് സ്വാഭാവികമായിട്ടും കൂടും. 4 ഉള്ളത് 5 ആകും. അപ്പൊ 1 യൂണിറ്റ് ആണ് ഇതുവരെ തമ്മിലുള്ള ഡിഫറൻസ്. അഥവാ ആ 1 യൂണിറ്റ് എന്ന് പറഞ്ഞത് 2 കിലോഗ്രാം ആണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം വാങ്ങിയത് 4 യൂണിറ്റ് ആണ്. അപ്പൊ 4 × 2 8 കിലോഗ്രാം ആണ്. ഇപ്പൊ വാങ്ങുന്നത് 5 യൂണിറ്റ് ആണ്. അപ്പൊ 5 × 2 10 കിലോഗ്രാം ആണ്. പ്രൈസ് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ കൂടുതൽ വാങ്ങാലോ. അപ്പൊ ഇപ്പൊ വാങ്ങിയത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റെഡ്യൂസ്ഡ് പ്രൈസ്, അഥവാ ഇപ്പോഴത്തെ പ്രൈസ് അയച്ചിട്ടുള്ളത്. അപ്പൊ 10 കിലോഗ്രാമിന് 100 രൂപയാണുള്ളത്. അപ്പൊ 1 കിലോഗ്രാമിന് 10 രൂപയാണ് കൊടുക്കേണ്ടത്. അപ്പൊ റെഡ്യൂസ്ഡ് പ്രൈസ് ഓഫ് റൈസ് പെർ കിലോഗ്രാം എന്ന് ചോദിച്ചാൽ 10 രൂപയാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനും മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Okay, the price of diesel increased 60%. A person want to increase his expenditure on diesel 10% only. By what percentage? Correct to 1 decimal place should he reduce his consumption? Okay, ഇവിടെ ഇക്വേഷൻ പിന്നെ എന്താ സെയിം ഇക്വേഷൻ തന്നെയാണ്. എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ. ഇതിൽ ഈ ക്വസ്റ്റ്യന് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഇവിടെ പ്രൈസ് അല്ല, സോറി expenditure equal to price into consumption. Okay, price consumption equal to expenditure. Okay, ഇവിടെ പ്രൈസ് ഓഫ് ഡീസൽ ഇൻക്രീസ് 60%, 16% കൂടി. അപ്പൊ 100 ഉള്ളത് 116 ആയി. ഇത് ചെറുതാക്കണ്ട, കാരണം നമുക്ക് വെട്ടിപ്പോവാന് ഇങ്ങനെ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ക്വസ്റ്റ്യനിൽ 100 ഉള്ളത് 116 ആയി. And a person want to increase his expenditure on diesel 10% only. 10% മാത്രമേ എക്സ്പെൻഡിച്ചർ കൂട്ടുന്നുള്ളൂ. 16% ഡീസലിന്റെ പ്രൈസ് ഇൻക്രീസ് ആയി, പക്ഷെ എക്സ്പെൻഡിച്ചർ ആയിട്ട് 10% കൂട്ടുന്നുള്ളൂ. അപ്പൊ 100 ഉള്ളത് 110 ആകും അല്ലെ, 110 ആകും. അങ്ങനെയാണെങ്കിൽ ബൈ വാട്ട് പെർസെന്റേജ് കറക്റ്റ് 1 ഡെസിമൽ പ്ലേസ് ഷുഡ് റെഡ്യൂസ് ഹിസ് കൺസപ്ഷൻ. കൺസപ്ഷൻ എത്ര കുറക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കൺസപ്ഷന് എക്സ് ഉള്ളത് വൈ ആയി എന്ന് എഴുതാം. ഇവിടെ കൺസപ്ഷൻ എക്സ് ഉള്ളത് വൈ ആയി എന്ന് എഴുതാം. നമുക്ക് പ്രൈസിന്റെ കൺസപ്ഷൻ ആണ് എക്സ്പെൻഡിച്ചർ. അപ്പൊ 100 × എക്സ് 100x ഡിവൈഡഡ് ബൈ 116 × വൈ എന്നുള്ളത് 116 വൈ എന്നുള്ളത് എത്ര വരും? 100/110 എന്ന് വരും. 100/110 എന്ന് വരും. ഈ 100 ക്യാൻസൽ ചെയ്യാൻ നമുക്ക് x/y എന്നുള്ളത് 116 ഡിവൈഡഡ് ബൈ 110 എന്ന് വരും. x/y എന്നുള്ളത് 116 ഡിവൈഡഡ് ബൈ 110 എന്ന് വരും. ഓക്കെ, x ഈസ് ടു y 116 എന്നുള്ളത് 110 ആയി. ഇതാണ് ഇതിന്റെ റേഷ്യോ. ഓക്കെ, അപ്പോ 116 110 ആയി. എത്ര കുറഞ്ഞു? 6 കുറഞ്ഞു. ഏതിൽ നിന്ന്? 116 നിന്ന് ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ആൻസർ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 5.2% എന്ന് കിട്ടും. 5.2% എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇത് നമ്മൾ കുറച്ചു മുമ്പ് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അതിൽ കൺസപ്ഷന് എക്സ്പെൻഡിച്ചർ മാറ്റില്ല, കൺസപ്ഷൻ എത്ര കുറക്കണം, ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ഇവിടെ ചോദിച്ചത് എക്സ്പെൻഡിച്ചർ 10% കൂട്ടാൻ റെഡിയാണ്, അങ്ങനെയാണെങ്കിൽ കൺസപ്ഷൻ എത്ര കുറക്കണം എന്നാണ്. അതാണ് ഈ ക്വസ്റ്റ്യൻ തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ എന്ന ഇക്വേഷൻ തന്നെയാണ്. അപ്പോ പ്രൈസ് 16% കൂടി, അഥവാ 100 ഉള്ളത് 116 ആയി. എക്സ്പെൻഡിച്ചർ 10% കൂട്ടുന്നുള്ളൂ, അപ്പൊ 100 ഉള്ളത് 110 ആയി. കൺസപ്ഷൻ നമ്മൾ എക്സ് വൈ ആയിട്ട് എടുത്തു, എക്സ് ഉള്ളത് വൈ ആയി. അപ്പൊ 100x ഡിവൈഡ് ബൈ 116 y ഈക്വൽ ടു 100/110 എന്ന് കിട്ടും. x/y റേഷ്യോ 116:110 എന്നുള്ളത് കിട്ടും. അഥവാ 6 കുറഞ്ഞു ഏതിൽ നിന്ന്? 116 നിന്ന്. 6/116 × 100 5.2% ആണ് കൺസപ്ഷൻ കുറക്കേണ്ടത് എന്നുള്ള ആൻസർ കിട്ടും.
ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നും പാടും ചെയ്യാം, ശരിക്കും ക്ലിയർ ആവും. ഓക്കെ, ദ പ്രൈസ് ഓഫ് ഡീസൽ ഇൻക്രീസ്ഡ് ബൈ 20%. A person want to increase his expenditure on diesel 8%. By what percent? Correct one decimal should reduce the consumption. അപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. നമുക്ക് എടുത്തെഴുതാം. പ്രൈസ്, കൺസപ്ഷൻ, എക്സ്പെൻഡിച്ചർ. പ്രൈസിന്റെ കൺസപ്ഷൻ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. ഓക്കെ, പ്രൈസ് എന്താ ഇൻക്രീസ് ചെയ്ത് 20%. 20% എന്ന് പറഞ്ഞാൽ 100 120 ആയി. ചെറുതാക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് 100 കട്ട് ചെയ്യും. 100 120 ആയി. എ പേഴ്സൺ വാണ്ട് ടു ഇൻക്രീസ് എന്താ എക്സ്പെൻഡിച്ചർ ഓൺ ഡീസൽ 8%. എക്സ്പെൻഡിച്ചർ 8% ആണ് അയാൾ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ 100 108 ആകും. ഓക്കെ, കൺസെപ്ഷന് നമുക്ക് എക്സ് ഉള്ളത് വൈ ആയി എന്നെടുക്കാം. ഓക്കെ, എക്സ് ഉള്ളത് വൈ ആയി എന്നെടുക്കാം. അപ്പോ 100 പ്രൈസിന്റെ കൺസെപ്ഷൻ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ 100x ഡിവൈഡഡ് ബൈ 120 വൈ എന്നുള്ളത് 100/108 എന്ന് കിട്ടും. ഈ 100 ക്യാൻസലായി. എക്സ് ബൈ വൈ എന്നുള്ളത് 120 ഡിവൈഡഡ് ബൈ 108 എന്ന് വരും. 120 ഡിവൈഡഡ് ബൈ 108 എന്ന് വരും. അപ്പോൾ x/y റേഷ്യോ എന്ത് വരും? 120 ഉള്ളത് 108 ആകും. അഥവാ 12 കുറഞ്ഞു ഏതിൽ നിന്ന്? 120 നിന്ന് ഇൻറ്റു 100. 12 ക്യാൻസലായി, 0 ക്യാൻസലായി. ആൻസർ 10% എന്ന് കിട്ടും. 10% എന്ന് കിട്ടും. അപ്പോൾ കൺസെപ്ഷൻ എത്ര കുറക്കണം? 10% കുറക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പ്രൈസ് 20% കൂടി, അഥവാ 100 ഉള്ളത് 120 ആയി. എക്സ്പെൻഡിച്ചർ 8% ആണ് കൂടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 100 ഉള്ളത് 108 ആയി. അപ്പൊ കൺസെപ്ഷൻ എക്സ് ഉള്ളത് വൈ ആയി എന്ന് നമ്മൾ എടുത്തു. അപ്പൊ പ്രൈസിന്റെ കൺസെപ്ഷൻ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ 100x ഡിവൈഡഡ് ബൈ 120 വൈ എന്നുള്ളത് 100/108 എന്ന് കിട്ടും. 100 ക്യാൻസൽ. എക്സ് ബൈ വൈ 120/108. അപ്പൊ എക്സ് വൈ എന്നുള്ളത് 120/108 കിട്ടും. അഥവാ 12 കുറഞ്ഞു ഏതിൽ നിന്ന്? 120 നിന്ന് ഇൻറ്റു 100 ക്യാൻസൽ ചെയ്ത് 10% കൺസെപ്ഷൻ കുറക്കണം എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എസ് ഇൻകം ഈസ് 60% ഓഫ് ബിസ് ഇൻകം ആൻഡ് എക്സ് എക്സ്പെൻഡിച്ചർ ഈസ് 70% ഓഫ് ബിസ് എക്സ്പെൻഡിച്ചർ, ഇഫ് എസ് ഇൻകം ഈസ് 75% ഓഫ് ബിസ് എക്സ്പെൻഡിച്ചർ, then ഫൈൻഡ് റേഷ്യോ ഓഫ് എക്സ് സേവിംഗ് ടു ബി സേവിങ്സ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാല്, ഓക്കെ, നമുക്കറിയാം ഇൻകം എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. ഇൻകം എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. ഇവിടെ ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറച്ചാൽ സേവിങ്സ് കിട്ടും. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറച്ചാൽ സേവിങ്സ് കിട്ടും, അല്ലെ? ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്താലാണ് സേവിങ്സ് കിട്ടുക. ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ് സേവിങ്സ്, മൈനസ് ആട്ടോ. ഓക്കെ, ഇഫ് എസ് ഇൻകം ഈസ് 60, ഇവിടെ എ ബി ഉണ്ട്, എ ബി. ഓക്കെ, എസ് ഇൻകം ഈസ് 60% ഓഫ് ബിസ് ഇൻകം. ബിയുടെ ഇൻകത്തിന്റെ 60% ആണ് എയുടെ ഇൻകം. 60% എന്ന് പറഞ്ഞാൽ 3/5 എന്ന് വരും. അപ്പോ ബി 5 ആണെങ്കിൽ 3 യൂണിറ്റ് ആണ് എ വരിക. ബിയുടെ ഇൻകത്തിന്റെ 60% ആണ് എയുടെ ഇൻകം. അപ്പൊ 60% 3/5 ആണ്. അപ്പൊ ബി 5 ആണെങ്കിൽ എ 3 എന്ന് വരും. ഇനി അടുത്തത്, എക്സ് എക്സ്പെൻഡിച്ചർ ഈസ് 70% ഓഫ് ബിസ് എക്സ്പെൻഡിച്ചർ. ബിയുടെ എക്സ്പെൻഡിച്ചറിന്റെ 70% ആണ് എയുടെ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോ ബി 70% 7/10. ബി 10 ആണെങ്കിൽ 7 ആണ് എ എക്സ്പെൻഡിച്ചർ. ബിയുടെ എക്സ്പെൻഡിച്ചർ 10 ആണെങ്കിൽ എയുടെ എക്സ്പെൻഡിച്ചർ 7 ആണ്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം നോക്കാം. ഇഫ് എസ് ഇൻകം ഈസ് 75% ഓഫ് ബിസ് എക്സ്പെൻഡിച്ചർ. എയുടെ ഇൻകം ബിയുടെ എക്സ്പെൻഡിച്ചറിന്റെ 75% ആണെങ്കിൽ
സേവിങ്സിന്റെ റേഷ്യോ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എയുടെ ഇൻകവും ബിയുടെ എക്സ്പെൻഡിച്ചറും 75% നമ്മൾ ആക്കണം. ഈ 75% എന്ന് പറഞ്ഞാൽ 3/4 ആണ് അല്ലെ, അഥവാ 3:4 എന്ന റേഷ്യോയിലാക്കണം. എയുടെ ഇൻകവും ബിയുടെ എക്സ്പെൻഡിച്ചറും 3:4 എന്ന റേഷ്യോയിലാക്കണം. അതിനു വേണ്ടി നമ്മൾ ആദ്യം ഇത് സെയിം ആക്കണം. എയുടെ ഇൻകവും ബിയുടെ എക്സ്പെൻഡിച്ചറും സെയിം ആക്കണം. എന്നിട്ട് 3:4 എന്ന റേഷ്യോയിലാക്കണം. സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇവിടെ എടുത്ത് ചെയ്താം. എ ബി ഇൻകം എക്സ്പെൻഡിച്ചർ. എയുടെ ഇൻകം 3 യൂണിറ്റ്, ബിയുടെ 5 യൂണിറ്റ്, എക്സ്പെൻഡിച്ചർ 7 യൂണിറ്റ്, 10 യൂണിറ്റ്. ഓക്കെ, ഇനി എയുടെ ഇൻകവും ബിയുടെ എക്സ്പെൻഡിച്ചറും സെയിം ആക്കണം. ഫസ്റ്റ് സെയിം ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 10 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇവിടെ 10 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെയും 10 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ഇനി ഇവിടെ 30 ആയി. ഇനി ഇവിടെ 30 നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 3 കൊണ്ട് ഗുണിക്കുക അല്ലെ. ഇവിടെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെയും 3 കൊണ്ട് ഗുണിക്കണം. ഇപ്പോ എയുടെ ഇൻകവും ബിയുടെ എക്സ്പെൻഡിച്ചറും സെയിം ആയി. സെയിം അല്ല എന്ന് സെയിം അല്ല നമുക്ക് ആക്കേണ്ടത്. എയുടെ ഇൻകം 75% ഓഫ് ബീസ് എക്സ്പെൻഡിച്ചർ, ബിയുടെ എക്സ്പെൻഡിച്ചറിന്റെ 75% ആണ് ആക്കാൻ പറഞ്ഞിട്ടുള്ളത്. അഥവാ 3:4 ആക്കേണ്ടത്. അപ്പൊ എയുടെ ഇൻകം ബിയുടെ ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള റേഷ്യോ 3:4 എന്ന റേഷ്യോയിലാക്കണം. 3:4 ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 3 കൊണ്ട് ഗുണിക്കുക, ഇവിടെ 4 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, ഇവിടെ 3 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെയും 3 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 4 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെയും 4 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ഇനി നമുക്ക് എ ബി ഓക്കെ, ഇത് ഗുണിക്കുക. 3 × 10 30, 30 × 3 90 എന്ന് വരും. 90. ഓക്കെ, ഇവിടെ 10 × 5 50, 50 × 3 150 എന്ന് വരും. 150 എന്ന് വരും. ഓക്കെ, ഇവിടെ 7 3 21, 21 × 4 84 എന്ന് വരും. 84 എന്ന് വരും. ഓക്കെ, ഇവിടെ 10 × 3 30, 30 × 4 120 എന്ന് വരും. 120 എന്ന് വരും. ഇനി ഇത് മൈനസ് ചെയ്ത്, ഇത് ഇൻകം ആണ്, ഇത് എക്സ്പെൻഡിച്ചർ ആണ്. ഇപ്പൊ നമ്മുടെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി. എയുടെ ഇൻകം ബിയുടെ ഇൻകത്തിന്റെ 60% ആണ്. അതുപോലെ എക്സ്പെൻഡിച്ചർ ബിയുടെ എക്സ്പെൻഡിച്ചറിന്റെ 70% ആണ്. ആൻഡ് എയുടെ ഇൻകം 75% ഓഫ് ബീസ് എക്സ്പെൻഡിച്ചർ, ബിയുടെ എക്സ്പെൻഡിച്ചറിന്റെ 75% ആണ് എയുടെ ഇൻകം. എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി. ഇനി ജസ്റ്റ് മൈനസ് ചെയ്യുക. ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ് സേവിങ്സ്. 90 - 84 6 കിട്ടും. 150 - 120 30 കിട്ടും. 6:30 അഥവാ 1:5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 1:5 എന്ന ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ 1:5 ആണ്. 1:5 ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇൻകം ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. അപ്പൊ സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ്. ഇവിടെ എയുടെ ഇൻകം 60% ഓഫ് ബിയുടെ ഇൻകം, ബിയുടെ ഇൻകത്തിന്റെ 60% ആണ് എയുടെ ഇൻകം. അപ്പൊ ബിയുടെ ഇൻകം 5 യൂണിറ്റ് ആണെങ്കിൽ എയുടെ ഇൻകം 3 യൂണിറ്റ് ആണ്. ആൻഡ് എയുടെ എക്സ്പെൻഡിച്ചർ 70% ഓഫ് ബിയുടെ എക്സ്പെൻഡിച്ചർ ആണ്. ബിയുടെ എക്സ്പെൻഡിച്ചർ 10 യൂണിറ്റ് ആണെങ്കിൽ എയുടെ എക്സ്പെൻഡിച്ചർ 7 യൂണിറ്റ് ആണ്. എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് എസ് ഇൻകം ഈസ് 75% ഓഫ് ബീസ് എക്സ്പെൻഡിച്ചർ. ബിയുടെ എക്സ്പെൻഡിച്ചറിന്റെ 75% ആണ് എയുടെ ഇൻകം. അപ്പോൾ 75% എന്ന് പറഞ്ഞാൽ 3/4 എന്ന് 3/4 ആണ്. അഥവാ എയുടെ ഇൻകം ബിയുടെ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള റേഷ്യോ 3:4 ആണ്. അത് 3:4 ആക്കാൻ വേണ്ടി എയുടെ ഇൻകം ബിയുടെ എക്സ്പെൻഡിച്ചറും ആദ്യം നമ്മൾ ഇക്വേറ്റ് ചെയ്തു. 3 10 കൊണ്ട് ഗുണിച്ചാൽ 30, 10 3 കൊണ്ട് ഗുണിച്ചാൽ 30. ഇപ്പൊ ഇവിടെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെയും 10 കൊണ്ട് ഗുണിച്ചു, ഇവിടെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെയും 3 കൊണ്ട് ഗുണിച്ചു. ഇനി 3:4 എന്ന റേഷ്യോയിലാക്കണം. ഇവിടെ 3 കൊണ്ട് ഗുണിച്ചു, ഇവിടെ 4 കൊണ്ട് ഗുണിച്ചു, ഇവിടെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെയും 3 കൊണ്ട് ഗുണിക്കണം, ഇവിടെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെയും 4 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ലാസ്റ്റ് എ 90 കിട്ടും, ബി 50 ഇൻകം, ബി 150 ഇൻകം, എക്സ്പെൻഡിച്ചർ എ 84, ബി 120 കിട്ടും. 90 - 84 കുറച്ചാൽ 6, 150 - 120 കുറച്ചാൽ 30,
അഥവാ 1:5 റേഷ്യോ ആണ് എയുടെ സേവിങ്സും ബിയുടെ സേവിങ്സും തമ്മിലുള്ള റേഷ്യോ 1:5 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. നമുക്ക് ഈ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രമേശ് spent 40% of his monthly salary on food, 80% on house rent, 12% on entertainment, 5% on conveyance. അപ്പൊ ടോട്ടൽ എത്ര ചെലവാക്കുന്നുണ്ട്? ടോട്ടല് 40% ഫുഡിന് വേണ്ടി, 18% റെന്റിന് വേണ്ടി, 12% എന്റർടൈമിന്, 5% കൺവെയൻസ് അല്ലെ. അപ്പൊ ടോട്ടല് 75% ചെലവാക്കുന്നുണ്ട്. 75% ചെലവാക്കുന്നുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ബട്ട് ഡ്യൂ ടു ഫാമിലി ഫംഗ്ഷൻ ഹി ഹാസ് ടു ബോറോ 16,000 ഫ്രം എ മണി ലെൻഡർ ടു മീറ്റ് ദ എക്സ്പെൻസ് ഓഫ് 20,000 ഇസ് മന്ത്ലി സാലറീസ്. അപ്പോ അയാളുടെ മന്ത്ലി സാലറിയുടെ 75% അയാൾ ചെലവാക്കുന്നുണ്ട്. അപ്പൊ ബാക്കി 25% ആണ് അയാൾക്ക് സേവിങ്സ് ആയിട്ട് ഉണ്ടാവുക. പക്ഷെ ഒരു ഫാമിലി ഫംഗ്ഷൻ വന്നപ്പോ അയാൾക്ക് 16,000 രൂപ കടമെടുക്കേണ്ടി വന്നു. ടോട്ടല് ഒരു 20,000 രൂപയുടെ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് 16,000 രൂപ കടമെടുക്കേണ്ടി വന്നു. അപ്പോൾ അയാളുടെ അടുത്ത് ആ മാസം ഉണ്ടായിരുന്നത് വെറും 4,000 രൂപയാണ് അല്ലെ. അപ്പൊ 25%ന്റെ വാല്യൂ 4,000 ആണ്. ഓക്കെ, 20,000 ഒരു എക്സ്പെൻസിന് വേണ്ടി അയാൾക്ക് 16,000 രൂപ കടമെടുക്കേണ്ടി വന്നു. അപ്പൊ 20,000 16,000 കുറച്ചാല് 4,000 രൂപ. അപ്പൊ അയാൾക്ക് ആ മാസം വെറും 4,000 രൂപയാണ് അയാൾക്ക് സേവിങ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. ആ ഒരു മാസത്തിൽ അയാൾ 75% ഇൻകം അയാൾ ചെലവാക്കുന്നുണ്ട്. ബാക്കി 25% ആണ് അയാളുടെ സേവിങ്സ്. ആ 25% ആണ് 4,000 എന്ന് പറയുന്നത്. അപ്പൊ അയാളുടെ മന്ത്ലി സാലറി എത്രയാണ് ചോദിച്ചിട്ടുള്ളത്? മന്ത്ലി സാലറി 100% ആയി അല്ലെ. 100% 25 ഇൻറ്റു 4 ആണ് 100. അപ്പൊ 4,000 ഇൻറ്റു 4 ചെയ്താല് 16,000 രൂപ. 16,000 രൂപയാണ് അയാളുടെ മന്ത്ലി സാലറി. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 40% സാലറി ഫുഡിന് വേണ്ടി ചെലവാക്കി, 18% ഹൗസ് റെന്റിന്, 12% എന്റർടൈൻമെന്റ്, 5% കൺവെയൻസ്. അഥവാ 75% അയാൾക്ക് ഒരു മാസം ചെലവുണ്ട്. ബാക്കി 25% ആണ് അയാള് സേവ് ചെയ്യുന്നത്. ഈ 25% എത്രയാണെന്ന് കാണാൻ അപ്പം ഇവിടെ ക്വസ്റ്റ്യനിൽ ഹിന്റ് തന്നിട്ടുണ്ട്. ഒരു ഫാമിലി ഫംഗ്ഷൻ വന്നപ്പോ അയാൾക്ക് 16,000 രൂപ കടമെടുക്കേണ്ടി വന്നു. എന്തിനു വേണ്ടി? 20,000 രൂപയുടെ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ 16,000 രൂപ കടമെടുക്കേണ്ടി വന്നു. അപ്പൊ 20,000 നിന്ന് ആ 16,000 കുറച്ച് 4,000 ആണ് അയാൾക്ക് ഓരോ മാസം സേവിങ്സ് ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഈ 4,000 എന്ന് പറയുന്നത് 25% ആണ്. 25%ന്റെ വാല്യൂ 4,000 എന്ന് കിട്ടി. അപ്പൊ 100%ന്റെ വാല്യൂ 25 ഇൻറ്റു 4 ആണ് 100. 4,000 ഇൻറ്റു 4 16,000 രൂപ എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ എല്ലാ ക്വസ്റ്റ്യനും അവസാനിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പാർട്ട് 7 വീഡിയോയിൽ പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നമുക്ക് പുതിയ പാർട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.